Suka mana cerita? കിലോയ്ക്ക് 2 ലക്ഷം രൂപ. നൈസ് വിട്ടിൽ നാടൻ വിട്ടിൽ കഴിക്കാൻ പോകുന്നതുപോലെ ചെമ്മീൻ്റെ രുചി. ഹലോ ഗൈസ്, നിങ്ങൾ പുഴുവിനെയും പാറ്റയൊക്കെ കഴിച്ചിട്ടുണ്ടോ? അതുപോലെ മുതലിറച്ചി ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൽ ആദ്യത്തെ ദിവസത്തെ തന്നെ വിശേഷങ്ങളുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ തായ്ലൻഡിലെ പട്ടായയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ 1-2 ആൾക്കാർ ഈ പാറ്റാനും പുഴുവിനും ഒക്കെ ട്രൈ ചെയ്തു. അതോടൊപ്പം ഞങ്ങൾ അവിടെ വെച്ച് സൈക്കോ അളിയൻസിൻ്റെ ചാനലിലേക്കുള്ള ഒരു മുതലിറച്ചി ഗ്രില്ല് ചെയ്തതിൻ്റെ ഈറ്റിംഗ് ചലഞ്ച് സംഘടിപ്പിച്ചു. ആ ഈറ്റിംഗ് ചലഞ്ചിൻ്റെ വിശേഷങ്ങൾ ഫുള്ള് നമുക്ക് ഈ വീഡിയോ കിട്ടത്തില്ല. പക്ഷേ ഈ പാറ്റ, പുഴു അങ്ങനെയുള്ള സാധനങ്ങളെ തിന്നുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അതോടൊപ്പം സുന്ദരമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെയുള്ള 1 സൈഡ് റോവിംഗ് ബോട്ടിലുള്ള യാത്രയും തിരിച്ച് കരയ്ക്കൂടെ ഈ ഷോപ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കി അതോടൊപ്പം അവിടുത്തെ തായ്ലൻഡിലെ സ്പെഷ്യൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള വരവുമാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അടിപൊളിയാണ്, ഒത്തിരി ലെങ്ത് ഒന്നുമില്ല, ഒരു 15 മിനിറ്റ് താഴെ മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സുഖമാണോ ചേട്ടാ? സുഖമാണോ ചേട്ടാ? Suka mana cerita? യു ഗോട്ട് മന Suka mana cerita? ഇങ്ങോട്ട് ഇത് and then face Huh? ready one look Oh, right. Oh my God. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് ജെയിനെ മലയാളം പഠിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. ടൈഗർ പാർക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റും അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. അപ്പം നമ്മുടെ ഗൈഡ് നമുക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ പ്ലാറ്റ്ഫോമിൽ തീർത്ത ഒരു മാർക്കറ്റാണ്. അത് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കയറ്റുമ്പോൾ തന്നെ ഒരു സീലടിച്ചിട്ട്, അതാണ് സീല്. ശ്രീതളയും കൈ കാണിച്ചു തന്നു. സീലടിച്ച് അതാണ് നമ്മുടെ എൻട്രി പാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് 1 സൈഡ് നമ്മളെ ഒരു ബോട്ടിൽ ഒരു തുഴച്ചിലുകാരൻ വന്ന് തുഴഞ്ഞ് നേരെ കൊണ്ട് അപ്പുറ സൈഡിലാക്കും. അവിടുന്ന് പിന്നെ നടന്ന് ഈ മാർക്കറ്റ് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. അപ്പം ജയ് ഞങ്ങളോട് പറയുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സമയമാണ്. ഒരു സമയം തന്നിട്ടുണ്ട്, 6 മണിക്കുള്ളിൽ അവിടെ എത്തുക എന്നാണ് ജയ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ ഭാഗത്ത് ഇപ്പോൾ കയറി പോകുന്നതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. കേരളത്തിൽ നിന്ന് ഇവിടെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ വള്ളത്തിലും നിറച്ച ആളുകളെ കയറ്റി ഓരോരോ ഗ്രൂപ്പുകളാണ്. പൊതുവേ നമ്മൾ മാത്രമേ ഇന്ന് ഇപ്പോൾ ഈ കാണുന്നതിനകത്ത് ഇങ്ങനെ 4 പേരായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം വലിയ വലിയ ഗ്രൂപ്പുകളാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചില കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ കരയ്ക്ക് നിന്ന് ഇപ്പോൾ ആ ജെട്ടിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ, തായ്ലൻഡിൻ്റേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളും അതോടൊപ്പം മറ്റു പല സാധനങ്ങളുടെയൊക്കെ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വള്ളത്തിലേക്ക് കയറിയിരിക്കുവാണ്. നമ്മുടെ വള്ളം പതിയെ നീങ്ങിത്തുടങ്ങി. ആ നീങ്ങിത്തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ഇത് കാണാൻ പറ്റും. കാരണം ഇതെങ്ങനെയാണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് താഴെ പില്ലറുകൾ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിലാണ് ഈ മാർക്കറ്റ് മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് കേട്ടപ്പോൾ നമ്മൾ ഒഴുകി നടക്കുന്ന മാർക്കറ്റ് എന്നൊരു തോന്നലായിരുന്നെങ്കിൽ, എന്നാൽ മാർക്കറ്റ് ഒഴുകി നടക്കുന്നില്ല, നമ്മളാണ് ഈ മാർക്കറ്റിനുള്ളിൽ കൂടെ ഒഴുകി നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പിന്നിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കലാപരിപാടികൾ, ബോട്ടിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവർ, അവിടെ തന്നെ ചെറിയ ചെറിയ സ്റ്റേജുകളിൽ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ വള്ളം തുഴയുന്ന ആൾ നേരെ നമ്മൾ തുഴഞ്ഞ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കുട്ടനാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇതിലൂടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണ്. നമ്മുടെ ഇവിടെ എന്തായാലും ഇങ്ങനെ ഉടനെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മളീ പോകുന്ന വഴി തന്നെ ക്രോസായിട്ട് പാലങ്ങളും അങ്ങനെയുള്ള ഒരു ദൃശ്യ ഭംഗി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര. ഓൾറെഡി നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വിദേശ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ഈ കുളം പോലും ഒരുപക്ഷെ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുത്തതായിരിക്കാം ഇങ്ങനെയൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുഴഞ്ഞ് അടുത്ത സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കൂടെ നടന്നു വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വാങ്ങാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ചില വള്ളങ്ങളിലൊക്കെ കച്ചവടമായിട്ട് ചില ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് അടുത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ പാലങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ചെറിയ ചെറിയ പാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ കാണാൻ പറ്റും. ചെറിയ ചെറിയ വള്ളങ്ങളിൽ വീണ്ടും
കുക്ക് ചെയ്ത് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ, വള്ളങ്ങളിൽ കൂടുതലും കുക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. പണ്ടൊക്കെ കുട്ടനാട്ടിൽ വള്ളങ്ങളിലാണ് സാധനങ്ങൾ, പലചരക്ക് കട വള്ളങ്ങളിൽ സെറ്റ് ചെയ്ത് ആ വള്ളങ്ങളിലാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ യാത്രാ സൗകര്യമൊക്കെ കൂടിയപ്പം എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ പോകാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഏതായാലും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെയുള്ള യാത്ര. അങ്ങനെ നമ്മുടെ യാത്ര ഇത് വലിയ ദൂരമൊന്നുമില്ല, എനിക്ക് തോന്നുന്നൊരു 1 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരമായിരിക്കും നമ്മൾ ഈ ബോട്ടിൽ സഞ്ചരിക്കുന്നത്. എൻജിൻ പിടിപ്പിച്ച ബോട്ടുകളും ഉണ്ട്, അതോടൊപ്പം തന്നെ തുഴഞ്ഞു നീങ്ങുന്ന ബോട്ടുകളും ഉണ്ട്. നമ്മൾ തുഴഞ്ഞു നീങ്ങുന്ന ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലങ്ങളുടെയൊക്കെ അടിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ വള്ളത്തേലൊക്കെ വീട്ടിൽ നിന്ന് സാധനമൊക്കെ മേടിക്കാൻ പോയതിൻ്റെ ഓർമ്മകൾ വരുന്നു. ചില ആൾക്കാരൊക്കെ നമ്മളെ കൈവീശി കാണിക്കുന്നുണ്ട് കരയ്ക്ക് നിന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ തുഴഞ്ഞ് അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എത്തുന്നതിൻ്റെ വഴിക്ക് നോക്കിയേ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ബോട്ട്, അല്ലെങ്കിൽ ഒരു ചെങ്ങാടം പോലെ, ഒരു ജങ്കാറ് പോലുള്ള ഒരു സംവിധാനമാണ്. ഇതിൻ്റെ മ്യൂസിക്കുകളൊന്നും നമ്മൾ പ്ലേ ചെയ്യുന്നില്ല. അവിടുത്തെ വോയിസുകളെല്ലാം നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം അതൊരു പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ചെന്ന് ഇറങ്ങിയിരിക്കുവാണ്. അങ്ങനെ ചെന്ന് ഇറങ്ങിയപ്പോൾ ചില ആൾക്കാരൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് അങ്ങേ സൈഡിലേക്ക് പോയിട്ട് വള്ളത്തിൽ തന്നെ തിരിച്ച് വരാനായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളും പതിയെ ഷോപ്പുകളിലൊക്കെ കയറാൻ തുടങ്ങി. ഒരു തോക്കുകളുടെ ഒരു കട നമ്മൾ കണ്ടിട്ട് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഈ തോക്കിൽ നമുക്ക് റബ്ബർ ഇട്ടിട്ട് വെടിവെക്കാൻ പറ്റും. റബ്ബർ ഇങ്ങനെ വലിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റബ്ബറുകൾ. അതുപോലെ തന്നെ അവിടെ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഒരു ഷോപ്പ് കണ്ട്. അപ്പം നന്ദുവളിയനും അതുപോലെ തന്നെ നമ്മുടെ ആദർശിനും മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ ആ കടയിലുണ്ടായിരുന്ന ചേച്ചി വളരെ സൂക്ഷ്മതയോടുകൂടി മാങ്ങ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് പീസുകളാക്കി, ചെറിയ പീസുകളാക്കി അങ്ങനെ നോക്കി. അതിനുശേഷം അതിനടിയിൽ റൈസാണ്, റൈസിൻ്റെ കൂടെ മധുരം കൂടെ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി ഈ സാധനം ഡെസേർട്ടായിട്ട് ഇതിനു മുമ്പ് തായ്ലൻഡ് വന്നപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അളിയന്മാർ കഴിച്ചിട്ട് എന്താ പറയുന്നതെന്ന് കേൾക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് എങ്ങനെയുണ്ട്? ഈ മാങ്ങയ്ക്ക് കിലോയ്ക്ക് 2 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെ കേസ് നമ്മൾ സ്റ്റിക്കി റൈസൊക്കെ കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, നമ്മൾ മുമ്പ് കണ്ട ടൈഗർ പാർക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഇത് രണ്ടും പട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. പല രാജ്യത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള ആൾക്കാർ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതേ സമയം വിസിറ്റ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ, ധാരാളം തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, തായ്ലൻഡിൻ്റെ തനതായിട്ടുള്ള പ്രോഡക്റ്റുകൾ. അതോടൊപ്പം നമുക്കറിയാമല്ലോ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് പൊതുവേ ക്ലോത്തിൻ്റെ ഒക്കെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഷൂ, ചെരുപ്പ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെ ഡിസ്പ്ലേകൾ പല ഷോപ്പുകളിലും കണ്ടു. അതോടൊപ്പം മറ്റു പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. പൊതുവേ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പൊതുവേ സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് കൗതുകരമായിട്ട് എന്തെങ്കിലും കണ്ട ഒരുപക്ഷെ വാങ്ങിക്കാൻ തോന്നുമായിരിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങി തുടങ്ങി. പലതരത്തിലുള്ള ആഹാര സാധനങ്ങൾ അവിടെ സൈഡിൽ നിന്ന് ചെറിയ വള്ളങ്ങളിൽ കുക്ക് ചെയ്തുണ്ടാക്കുന്നു. അതോടൊപ്പം അതുപോലെ തന്നെ പലതരത്തിലുള്ള ധാരാളം കരകൗശല വസ്തുക്കൾ. ഇത് കണ്ടില്ലേ, ഇലക്കകത്ത് വെച്ച് മടക്കി ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചക്കയൊക്കെ ഉപയോഗിച്ചിട്ടും പഴം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കുന്ന ഒരു സൈസ് സാധനമാണ്. നമ്മുടെ ഇവിടെ ഇതിന് ഇലയടയെന്നും അങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കൗണ്ടർ കാണുന്നു. ഇവിടെ പലതരത്തിലുള്ള പ്രാണികളെയും ജീവികളെയൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. നോക്കി, ഇതിനകത്ത് കാണുന്നത് പുഴുണ്ട്, അതുപോലെ തന്നെ പാറ്റ, തേള്, പുൽച്ചാടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാറ്റയൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അപ്പം ഇത് എന്നോട് തിന്നുന്നു പലതവണ ചോദിച്ചു നമ്മുടെ അളിയന്മാർ. പക്ഷേ എനിക്കത് തിന്നാനായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് മുതല ഇറച്ചിയാണ്. ഇത് മുതലേനെ ലൈവായിട്ട് കട്ട് ചെയ്ത് അവരവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുവാണ്. ഈ മുതല ഇറച്ചി ഒരുപക്ഷെ തിന്നാൽ കൊള്ളാം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ മുതല ഇറച്ചിയുടെ ഒരു ഈറ്റിംഗ് ചലഞ്ച് വ്ളോഗ് നമ്മുടെ സൈക്കോ അളിയൻസിൻ്റെ യൂട്യൂബിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമുക്ക് ജപ്പാനിൽ നിന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. അവർ എന്നപ്പം ഈ പാറ്റാനെയും പുഴുവിനെയും അതുപോലെ തന്നെ പുൽച്ചാടീനെയൊക്കെ മേടിച്ച് തിന്നുന്നത് നമ്മൾ പതിയെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അവരുമായിട്ട് ഞങ്ങൾ കമ്പനിയായി. അവരുടെ ഒരു ബ്രോ തേണ്ടറ എടുത്ത് കഴിക്കുന്നു. It's nice. Crispy. Delicious. Yummy. Yeah, okay. What do you feel? Yes.
It's good. It's good. Now you try. Try, brother. Try. Rock, scissors, paper, winner. Challenge. Don't hesitate. He will try. ഇതിൽ നന്ദൂരം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മാറും. ഓക്കെ റെഡി. മൂന്ന് പേരും. Okay. 1, 2, 3. I said, Janken winner challenge. The winner how to try. Yeah. No, the loser. I mean. Same. നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ചു. നാളെ പൊടി വിടണം. Crispy. 미쳐시와. So good, he said. He said so good. Yeah, It's really good. Good. ഞാൻ അവരുടെ കഴിച്ചു പോകട്ടെ. നീ ഒന്ന് മനസ്സിലായി. Once more. Play. Okay. Stone, paper, scissors. Yeah. Stone, same. Okay. എല്ലാം Ready? 1, 2, 3. Okay. 1, 2, 3. 1, 2, 3. 많이 먹으셔요. 많이 먹으시. That's nice. Yummy. I think. Oh my god. 아줌마는 이거 봐요. 아줌마 아저씨가 오시. Wow. It's nice. No. Yeah, good. Acting. കൊള്ളാം. അല്ല ചെമ്മീൻ കഴിക്കുന്ന പോലെ നാടൻ വീട്ടിൽ കഴിക്കാൻ പോകണമെന്നോളി. വാവ്. ചെമ്മീൻ്റെ രുചി. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് ടൈഗർ പാർക്ക് എല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ പട്ടായയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നിരിക്കുവാണ്. ഇന്ന് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മൾ ആ മലയാളം പറയുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്, അതായത് നമ്മുടെ ഗൈഡ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോയും ശ്രീതളയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നു, ഡിന്നർ കഴിക്കണം, അതോടൊപ്പം നമ്മുടെ പട്ടായയിലേക്ക് പോകണം. ഇത് ഇവിടെ ഒരു കഞ്ചാവ് വിൽക്കുന്ന കടയാണ്. ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി കയറി കണ്ടതാണ്. ഇതാണ് കഞ്ചാവ് ഷോപ്പാണ്. നോക്കിയേ, വിവിധ തരത്തിലുള്ള കഞ്ചാവുകൾ, കഞ്ചാവിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ് ബീഡികൾ, കഞ്ചാവിൻ്റെ പലതരത്തിലുള്ള ഇലകൾ, കഞ്ചാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചോക്ലേറ്റ്സ്, കഞ്ചാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു പല പ്രോഡക്റ്റുകൾ. ഇതിന് മുമ്പത്തെ തവണ വന്നപ്പോൾ ഇങ്ങനെ ഒരു കഞ്ചാവ് കട ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെ ഒന്നല്ല, ധാരാളം കഞ്ചാവ് കടകൾ വിവിധ സ്ഥലങ്ങളായിട്ട് നമുക്ക് പട്ടായയുടെ ഭാഗത്ത്. ഈ തായ്ലൻഡ് ഗവൺമെൻറ് നിയമപരമായി തന്നെ കഞ്ചാവ് കച്ചവടം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ ഈ കഞ്ചാവ് മേടിച്ചുകൊണ്ട് ഈ സ്ട്രീറ്റുകളിൽ കൂടെ വലിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ സ്മെല്ല് നമുക്ക് കണ്ടെത്താൻ പറ്റും. നോക്കി എത്ര തരത്തിലുള്ള കഞ്ചാവിൻ്റെ പ്രോഡക്റ്റ്സാണ്, കഞ്ചാവിൻ്റെ ഓയിൽ ഉൾപ്പെടെ കഞ്ചാവിൻ്റെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, കഞ്ചാവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റു പല സാധനങ്ങൾ, കഞ്ചാവിൻ്റെ പാനീയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കഞ്ചാവ് കടയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. ഇതാണ് പട്ടായയിലെ ഏറ്റവും വലിയ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു നൈറ്റ് ലൈഫിൻ്റെ സെൻറ്ററാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന 7-Eleven ഷോപ്പിൻ്റെ താഴെയാണ്. അവിടുന്ന് നമ്മൾ പതിയെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് നടക്കുവാണ്. നോക്കി, വാക്കിംഗ് സ്ട്രീറ്റിലെ തിരക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. രാത്രി ഒരു 10 മണി കഴിയുമ്പോഴാണ് ഇവിടെ മുഴുവൻ പാട്ടും മേളവും മ്യൂസിക്കുകളുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ആവും. ഇവിടെ ജനത്തിരക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. രാത്രി ഒരു വെളുപ്പിന് ഒരു 4 മണി 5 മണി വരെ ഇവിടെ ഈ തിരക്കായിരിക്കും. മുഴുവൻ ക്ലബ്ബുകളും പബ്ബുകളും ഡാൻസ് ബാറുകളും അതുപോലെ തന്നെ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ഇങ്ങനെ രാത്രി തീരെ മുഴുവൻ ആഘോഷിച്ച് തീർക്കുന്ന ലോകത്തിൻ്റെ വിവിധ സ്ഥലത്തുള്ള ജനങ്ങളെ നമുക്ക് ഈ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിൽ കാണാൻ പറ്റും. എത്ര നടന്നാലും നമുക്ക് മതിയാകത്തില്ല. അങ്ങനെ കുറേ സമയം ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതിൽ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ആദ്യ ദിവസത്തെ പട്ടായയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.